നിരീക്ഷകൻ എം ജയചന്ദ്രനിലേക്ക് കൂടി വരുന്നു. എം ജയചന്ദ്രൻ, വളരെ ഗുരുതരമായ ആരോപണം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉന്നയിച്ചതാണ്. ADGP MR അജിത് കുമാറും RSS നേതാക്കളുമായി നടത്തിയ 3 കൂടിക്കാഴ്ചകൾ. അതിലൊന്ന് ദത്താത്രേയ ഹൊസബളയുമായി തൃശൂർ പാറമേക്കാവിൽ വെച്ച്, 2 ആഴ്ചയ്ക്ക് ശേഷം ഈ റാംമാധവുമായി, വീണ്ടും റാംമാധവുമായി കോവളത്ത് ലീലയിൽ വെച്ച്. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചൊന്നും ഒരു വാക്കുപോലും പറയാതെ CPM വർഗീയ ശക്തികളെ എന്നും പ്രതിരോധിച്ച ചരിത്രമേ ഉള്ളൂ എന്ന് ചരിത്രം ആവർത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തി പിരിയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ ഈ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു മൻ കി ബാത്ത് പാർട്ടി അണികളുടെ ഒരു മീറ്റിംഗിൽ നടത്തി മടങ്ങിയത്? എം ജയചന്ദ്രൻ. അല്ല ഡോക്ടർ, അതിൻ്റെ അരുൺകുമാർ അതിനെപ്പറ്റി പറയണമെങ്കിൽ പിന്നെ മറ്റു ചില കാര്യങ്ങളൂടെ അതിൻ്റെ അനുബന്ധമായി പറയേണ്ടതുണ്ട്. ഇപ്പോൾ താങ്കൾ ചോദിക്കുന്നത് ഈ ADGP അജിത് കുമാറിൻ്റെ ദത്താത്രേയയെ കണ്ട കാര്യമാണ് ആദ്യം പ്രധാനമായും ചോദിക്കുന്നത്. പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന അതാണല്ലോ. കണ്ടത് പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ, ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ 2023 മെയ് 22-നാണ്. കണ്ടത് VD സതീശൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കേസുകൾ ഇടനിലക്കാരനായിട്ടാണ് ADGP അവിടെ പോയി ഇദ്ദേഹത്തിനെ കണ്ടതും, പിന്നീട് ജൂൺ 2-ന് രാംമാധവനെ കോവളത്ത് കണ്ടതും. ഇതാണല്ലോ വാദം. എന്തിനു വേണ്ടിയിട്ടാണ്? മുഖ്യമന്ത്രിയുടെ മകളുടെ പ്രശ്നം, അതിനു വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അത് പരിശോധിക്കണം നമ്മൾ. ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീരുമാനം സംബന്ധിച്ച് ഇന്ത്യയിൽ ആദ്യമായി ഒരു മാധ്യമ വാർത്ത വരുന്നത് 2023 ഒക്ടോബർ 9-ന് മലയാള മനോരമയിലാണ്. പ്രത്യേകം ഓർക്കണം, 2023 ഒക്ടോബർ 9 മലയാള മനോരമ 1-ാം പേജിൽ ജോമി തോമസിന്റെ ബൈലൈൻ. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് 2023 മെയ് 22-നാണ് ADGP ദത്താത്രേയയെ തൃശ്ശൂരിൽ കണ്ടത്. ജൂൺ 2-നാണ് രാംമാധവനെ തിരുവനന്തപുരത്ത് കണ്ടത്. പക്ഷെ വാർത്ത വരുന്നത് എന്നാണ്? ഒക്ടോബർ 9-ന്. ദൂരം എത്രയുണ്ട്? 79 ദിവസത്തെ ദൂരമുണ്ട്. ഒക്ടോബർ 9-ലേക്ക്. കാരണം പിന്നീട് വന്ന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, CMRL-മായി ബന്ധപ്പെട്ട് ഈ ഇൻകം ടാക്സിന്റെയും SFI ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തുന്നതും ED-യുടെ അന്വേഷണം നടക്കുന്നതും അതിനു മുൻപാണ്. അതായത് പത്രവാർത്ത പുറത്തു വരുന്നത് ഒക്ടോബറിലാണെങ്കിലും ഈ അന്വേഷണമൊക്കെ അതിനു മുൻപേ ആരംഭിച്ചിരുന്നു. 2022-ൽ അന്വേഷണം നടന്നിരുന്നു, 2023-ന്റെ തുടക്കത്തിലും അന്വേഷണം നടന്നിരുന്നു. അപ്പോൾ അന്വേഷണ കാലയളവിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത് ജയചന്ദ്രൻ. പത്രവാർത്തയെ നമുക്ക് മാത്രം എടുക്കാൻ കഴിയില്ല. അന്വേഷണത്തിന്റെ കാലയളവ് ഈ മീറ്റിംഗിന്റെ കാലയളവുമായി ഒരുമിച്ച് പോകുന്നതാണ്. വേണ്ട, ഞാൻ താങ്കളോട് യോജിക്കുന്നേ. പത്രവാർത്തയുടെ കാലയളവ് കണക്കാക്കണ്ട. എന്നാണ് വിധി പുറപ്പെടുവിച്ചത് എന്നുള്ള കാലയളവാണ് മിനിമം കണക്കാക്കേണ്ടത്. അത് കണക്കാക്കണമല്ലോ. ഇവർ അന്വേഷണം നടത്തിയ കാലയളവല്ലല്ലോ കണക്കാക്കേണ്ടത്. ഈ പിന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി പ്രസ്താവം നടക്കുന്നത് ജൂൺ 12-നാണ് 2023. അതാണ് ഒക്ടോബർ 9-ന് വാർത്തയായിട്ട് മലയാള മനോരമയിൽ ആദ്യം വരുന്നത്. അപ്പൊ ജൂൺ 12-നാണ് ഇത് വിധി പ്രസ്താവം ഉള്ളത്. അത് ആർക്കും അനായാസം നെറ്റിൽ സെർച്ച് ചെയ്ത് ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ, ആർക്കും അതുണ്ട്. അപ്പോൾ ഇനി ഒക്ടോബർ എന്നുള്ളത് വിട്ടുകളയൂ. ജൂൺ 12-ന് വരാൻ പോകുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയെ സംബന്ധിച്ച് നേരത്തെ സംസാരിക്കാനാണല്ലേ അപ്പോൾ ADGP അവിടെ ദത്താത്രേയനായിട്ട് ചർച്ച നടത്തിയത്. അതാണോ അടുത്ത പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ പറയണം. അപ്പൊ അതൊന്നും നിലനിൽക്കില്ല. കേസേ നിലനിൽക്കില്ല. ഇത്തരം വാദങ്ങൾ, നിരർത്ഥകമായ ഇത്തരം വാദങ്ങൾ നിലനിൽക്കുകയേ ഇല്ല. അതിന് മറുപടി പറഞ്ഞ സമയം കളയേണ്ട ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരമില്ലെന്നേ പറയാൻ കഴിയുന്നില്ല. അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ പൊതുസമൂഹവും പ്രതിപക്ഷവും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ADGP ബന്ധത്തെയാണ്. അതിൽ മറുപടി പറയേണ്ടതില്ല മുഖ്യമന്ത്രി എന്നാണോ ശ്രീ ജയചന്ദ്രൻ പറയുന്നത്? അതെ. അല്ല, ഞാനതിന്റെ വിശദീകരണമാണ് എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി വിശദീകരണം നൽകുകയല്ല, CPM-ന് വേണ്ടി വിശദീകരണം നൽകുകയല്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP കണ്ടിട്ടില്ല. പക്ഷേ ADGP കണ്ട കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും നടപടി ഉണ്ടാവാത്തത് എന്തുകൊണ്ട് എന്നതല്ലേ ചോദ്യം? അല്ല, ADGP എന്തിനാണ് ദത്താത്രേയയെ കണ്ടത്, എന്തിനാണ് രാംമാധവനെ കണ്ടത് എന്ന ചോദ്യം DGP ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെന്ന് ADGP-യോട് രേഖാമൂലം മറുപടി തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നേ.
അത് വരും. നോക്കൂ ആ സർ. മറുപടി രേഖാമൂലമായി അല്ലല്ല, ലഭ്യമാകും. ഇത് ജൂൺ മാസത്തിൽ അതുവരെ തന്നെ എന്താ ഇന്റലിജൻസ് കാത്തിരിക്കാത്തത്? ഇത് ജൂൺ മാസത്തിൽ തന്നെ ഇന്റലിജൻസ് ADGP ഹോം സെക്രട്ടറി അറിയിച്ചതല്ലേ? അതിനിപ്പോ ചോദിക്കുന്നത് എന്തിനാ? അന്ന് ചോദിക്കണ്ടേ? അന്ന് ചോദിച്ച് സർക്കാരിന്റെ ബോധ്യമുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അത്രയും കാലം എന്ത് ചെയ്തു? നിഷ്ക്രിയത്വവും ഈ പറയുന്ന നിശബ്ദതയുമല്ല ഈ സർക്കാരിന്റെ സാധ്യതയെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് ഈ വിഷയം ADGP ഇന്റലിജൻസിനെ 2023 മെയ് 23 തന്നെ അറിയിക്കുന്നുണ്ട്. ADGP ഇന്റലിജൻസിനെ അറിയിക്കുന്നത് താങ്കൾ പറഞ്ഞ ജൂണിലല്ല, മെയ് 23 അതെ, 22 കൂടിക്കാഴ്ചയുടെ വിവരം പിറ്റേ ദിവസം തന്നെ ADGP ഇന്റലിജൻസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അതിലാണ് പേഴ്സണൽ ഇൻഫോർമൽ എന്ന പരാമർശത്തോടു കൂടിയാണത് പോയിട്ടുള്ളത്. ADGP ഇന്റലിജൻസിന് ആ വാർത്ത പോയിട്ടുള്ളത്. ഈ രാമാധവനെ കാണുമ്പോഴും പേഴ്സണൽ ഇൻഫോർമൽ എന്നായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക. വീണ്ടും രാമാധവനെ കാണുമ്പോഴും പേഴ്സണൽ ഇൻഫോർമൽ എന്നായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക. ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP 3 തവണ RSS നേതാക്കളുമായി കണക്കാക്കുമ്പോഴും കണ്ടുമുട്ടുമ്പോഴും ഇൻഫോർമൽ പേഴ്സണൽ അത് വിശ്വസിച്ച് RSSുമായി യുദ്ധം ചെയ്യുന്ന, വർഗീയ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന CPMന്റെ മുഖ്യമന്ത്രി അത് വിശ്വസിച്ചങ്ങിരുന്നു. അങ്ങനെ വേണം കരുതാൻ. അല്ല, മുഖ്യമന്ത്രി അത് വിശ്വസിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ താങ്കൾക്കോ ഈ പാനലിസ്റ്റുകൾക്ക് ആർക്കെങ്കിലുമോ പറയാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ അതാണ് ശ്രീ ജയചന്ദ്രൻ ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിലാണ് ഇന്ന് മുഖ്യമന്ത്രി പഴയ ചരിത്രം എടുത്ത് CPMന് RSSുമായി ബന്ധമുണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിൽ ആർക്കാണ് സംശയം? CPM RSSുമായി ബന്ധമുണ്ടാക്കി എന്ന് കേരളത്തിൽ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഒരാളും ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പാർട്ടി തന്നെ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് ഇതിലൊരു ബന്ധവുമില്ല. പക്ഷെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താ? സർക്കാരാണത് വിശദീകരിക്കേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിക്കുമെന്ന് നമ്മൾ കരുതി. മുഖ്യമന്ത്രി അത് ചെയ്തില്ല. മുഖ്യമന്ത്രി പാർട്ടിയെ പിടിച്ചാണ് ഈ ചോദ്യത്തിൽ ഇത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി അവിടെ രക്ഷപ്പെടുന്നു. താങ്കൾ എന്താണ് അങ്ങനെ പറയുന്നത്? മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ എന്താ രക്ഷപ്പെടണമല്ല പ്രശ്നം? അദ്ദേഹം ആ കാര്യമേ പരാമർശിച്ചില്ലല്ലോ. ആ കാര്യം പരാമർശിക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്തിട്ടുള്ളത് നിയമാനുസൃതം ഈ കാര്യത്തിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അത് ഈ ഉന്നതതല അന്വേഷണ സംഘം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം. അതിനുള്ള നടപടികൾ അവരാരംഭിച്ചിട്ടുണ്ട്. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മറുപടി ആ സമയത്താണ് കിട്ടുക. അതുണ്ടാവുകയും ചെയ്യും. അതിന് 2ാം തീയതി അന്വേഷണം ഉത്തരവിട്ടത്.